ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 57-ാമത്തെ ആയത്ത്. ഓക്കെ, തുടങ്ങല്ലേ? അതിൽ വമൻ അദ്ലമു, എന്താണ് നിയമം? വമൻ അദ്ലമു, സാക്കിനായ നൂന് ശേഷം ഇൽഹാറിൻ്റെ 6 അക്ഷരങ്ങളിൽപ്പെട്ട ഹംസ വന്നിട്ടുണ്ട് അല്ലേ? അപ്പം എന്താ ചെയ്യേണ്ടത്? ഇൽഹാർ വന്നാൽ എങ്ങനെ വ്യക്തമാക്കണം? മണിക്കാതെ വ്യക്തമാക്കണം. അപ്പം നിയമം എങ്ങനെ പറയാം? നൂൻ സാക്കിൻ ഇൽഹാർ, സാക്കിനായ നൂന് ശേഷം ഇൽഹാറിൻ്റെ 6 അക്ഷരങ്ങളിൽപ്പെട്ട ഹംസ വന്നിരിക്കുന്നു. സാക്കിനായ നൂനിനെ മണിക്കാതെ വ്യക്തമാക്കി ഓതണം. അപ്പം എങ്ങനെ മണിക്കാതെ വ്യക്തമാക്കൽ എങ്ങനെയാണ്? മൻ ആ, എങ്ങനെ? മൻ ആ. അത് കഴിഞ്ഞിട്ട് അദ്ലമുൽ പ്രത്യേകിച്ച് എന്തെങ്കിലും നിയമമുണ്ടോ? ഇല്ല. അദ്ലമു മിമ്മൻ, എന്താ നിയമം? മിമ്മൻ, മീമിന് ശബ്ദം വന്നതുകൊണ്ട് മണിക്കണം, സിമ്പിൾ നിയമം. അത് കഴിഞ്ഞ് അടുത്തത് മിമ്മൻ, അവിടെയും സാക്കിനായ നൂന് വരുന്നുണ്ട് അല്ലേ? മിമ്മൻ, സാക്കിനായ നൂന് ശേഷം വന്നിരിക്കുന്ന അക്ഷരം ഏതാ? ദാൽ. എന്തായിരിക്കും നിയമം? ആ 15 അക്ഷരങ്ങളിലെ നിയമം ഇഖ്ഫ, 15 അക്ഷരങ്ങളുള്ള നിയമം ഇഖ്ഫ ആണ്. ഇഖ്ഫ വന്നാൽ എന്താ ചെയ്യേണ്ടത്? നൂനിനെ മറച്ചു മണിക്കണം, നൂനിനെ മറച്ചു പിടിക്കണം, മറച്ച് മണിക്കണം. അപ്പം നിയമം പറയാം. നൂൻ സാക്കിൻ ഇഖ്ഫ, സാക്കിനായ നൂനിന് ശേഷം ഇഖ്ഫായിൻ്റെ 15 അക്ഷരങ്ങളിൽപ്പെട്ട ദാൽ വന്നിരിക്കുന്നു. സാക്കിനായ നൂനിനെ മറച്ചു മണിച്ചോദനം. എങ്ങനെയാ? മിമ്മദു, മിമ്മദു. ഓക്കെ. ഇനി ദുക്കിറ എന്ന് പറയുമ്പോൾ റായിന് എന്ത് വന്നിട്ടുണ്ട്? ഫത്തഹ് വന്നിട്ടുണ്ട്. റായിന് ഫത്തഹ് എന്നാൽ റായിനെ ഖനപ്പിക്കണം. റാ എന്ന് പറയണം, രാ എന്ന് പറയരുത്. അടുത്തത് ബി ആയാത്തി. ബി ആയാത്തി എന്നുള്ളതിൽ എത്ര മദ്ദുകളുണ്ട്? 2 മദ്. 2 മദ് എന്ത് മദ്ദാണ്? മദ് അസ്ലിയാണ്. മദ് അസ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹുറൂഫുൽ മദ്ദിന് ശേഷം ഹംസയോ സുക്കൂനോ ഷദ്ദോ വരാതിരിക്കുക. ഹംസയോ സുക്കൂനോ ഷദ്ദോ വരാതിരുന്നാൽ അതിന് മദ് അസ്ലി എന്ന് പറയും. ഇവിടെ നോക്കിയ ബി ആ എന്ന് പറയുമ്പം ഹംസക്ക് ഫത്തഹം ശേഷം മദ്ദിൻ്റെ അക്ഷരമായ അലിഫും വന്നിട്ടുണ്ട് അല്ലേ? ബി ആ. ആ അലിഫിന് ശേഷം എന്ത് വന്നിട്ടില്ല? ഹംസയോ സുക്കൂനോ ഷദ്ദോ ഒന്നും വരാത്തത് കൊണ്ട് ഈ മദ്ദിൻ്റെ പേര് മദ് അസ്ലി. മദ് അസ്ലി എത്ര അലിഫ് നീട്ടണം? 1 അലിഫിൻ്റെ അളവ് നീട്ടണം. ഇതേ വിഷയം തന്നെയാണ് ബി ആയാത്തിലെ യായിലും ഉള്ളത്. യായിൽ ഹുറൂഫുൽ മദ് വന്നിട്ടുണ്ട്. ഏത് മദ്ദാ വന്നിട്ടുള്ളത്? ഏത് ഹുറൂഫുൽ മദ്ദാ? എങ്ങനെയുള്ള വെറും അലിഫ് എന്ന് പറഞ്ഞാൽ മദ്ദിൻ്റെ അക്ഷരമാവുമോ? ഫത്തഹിന് ശേഷമുള്ള അലിഫ് അല്ലേ? മദ്ദിൻ്റെ അക്ഷരങ്ങൾ 3 എണ്ണമാണ്. 1 ഫത്തഹിന് ശേഷം വരുന്ന അലിഫ്, 2 കസറിന് ശേഷം വരുന്ന സുക്കൂനുള്ള യാ, പിന്നെ ലമ്മിന് ശേഷം വരുന്ന സുക്കൂനുള്ള വാവ്. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഫത്തഹിന് ശേഷം വന്ന അലിഫാണ്. അപ്പോൾ ആ മദ്ദിന് ശേഷം, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം എന്തു വന്നിട്ടില്ല? ഹംസയോ സുക്കൂനോ ഷദ്ദോ ഒന്നും വരാത്തത് കൊണ്ടാണ് നമ്മൾ മദ് അസ്ലി എന്ന് പറയുന്നത്. 1 അലിഫിൻ്റെ അളവ് നീട്ടണം. സിമ്പിൾ. എങ്ങനെ? ബി ആയാത്തി, ബി ആയാത്തി. അടുത്തത് റബ്ബിഹി. അവിടെ നേരത്തെ പറഞ്ഞ പോലെ റായിന് ഫതഹ് വന്നതുകൊണ്ട് റായിനെ കനപ്പിക്കണം. ഇനിയാണ് അടുത്തത് റബ്ബിഹി. ഹായിൽ എന്തുണ്ട്? ഹുറൂഫുൽ മദ് വന്നിട്ടുണ്ട്. ഹുറൂഫുൽ മദ് എന്നാൽ നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരങ്ങളാണ് ഹുറൂഫുൽ മദ്. ഹായിൽ ഏത് മദ് ഹുറൂഫുൽ മദ്ദാണ് വന്നിരിക്കുന്നത്? യാ എന്ന് മാത്രം പറഞ്ഞാൽ കസറിന് ശേഷം വരുന്ന സുക്കൂനുള്ള യാ. ഓക്കെ. അതിനുശേഷം ഹംസ സുക്കൂന ശബ്ദ വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെയുള്ള മദ്ദു എന്ത് തന്നെയാണ്? മദ് അസ്ലിയാണ്. 1 അലിഫിൻ്റെ അളവ് നീട്ടി ഓതണം. എങ്ങനെയാ? റബ്ബിഹി ഫ, റബ്ബിഹി ഫ. അടുത്തത് ഫഅറളയിൽ സിമ്പിളായിട്ടുള്ള നിയമം എന്താ? ഫഅറള, റായിൻ്റെ നിയമം. റായിന് ഫതഹ് വന്നതുകൊണ്ട് റായിനെ കനപ്പിക്കണം. അടുത്തത് അൻഹ. ഈ വാക്കിൽ എത്ര നിയമമുണ്ട്? അൻഹ 2 നിയമം. 1 പ്രധാനപ്പെട്ട നിയമം ഏതാണ്? ഇൽഹാറിൻ്റെ. സാക്കിനായ നൂന് വന്നിട്ടുണ്ട്. ആ സാക്കിനായ നൂന് ശേഷം ഇൽഹാറിൻ്റെ എത്ര അക്ഷരങ്ങളുണ്ട്? ഇൽഹാറിന് 6. 5 6. ഏതൊക്കെയാണ് അക്ഷരങ്ങളെന്ന് പറഞ്ഞു നോക്കിയാലോ നമുക്ക്? ഹംസ, ഹ, ഐൻ, ഹ. ഓർഡറിൽ ഹംസ, ഹ, ഐൻ, ഹ, ഗൈൻ, ഖ. ഒന്നും കൂടെ. ഹംസ, ഹ, ഐൻ, ഹ, ഗൈൻ, ഖ. ഈ 6 അക്ഷരങ്ങളാണ് ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ. ഈ അക്ഷരങ്ങൾക്കൊരു പേര് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. ഹുറൂഫുൽ ഹൽക്ക്. ഹൽക്ക് എന്ന് പറഞ്ഞാൽ എന്താ? തൊണ്ട. ഈ 6 അക്ഷരങ്ങളും തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളായതുകൊണ്ടാണ് ഹുറൂഫുൽ ഹൽക്ക് എന്ന് പറയുന്നത്. ഇൽഹാറിൻ്റെ അക്ഷരങ്ങളാണ്. ഇൽഹാർ വന്നാൽ എന്താ ചെയ്യേണ്ടത്?
മണിക്കാതെ വ്യക്തമാക്കണം. അപ്പോൾ നമുക്ക് നിയമം പറയാം. നൂൻ സാക്കിൻ ഇൽഹാർ, ബാക്കി പറഞ്ഞ പോലെ ഈ സാക്കിനായ നൂനിന് ശേഷം ഇൽഹാറിൻ്റെ 6 അക്ഷരങ്ങളിൽപ്പെട്ട ഹ വന്നിരിക്കുന്നു. സാക്കിനായ നൂനിനെ മണിക്കാതെ വ്യക്തമാക്കി ഓതണം. അപ്പോൾ എങ്ങനെ മണിക്കാതെ വ്യക്തമാക്കുക? അൻഹ. അതേപോലെ തന്നെ രണ്ടാമത്തെ നിയമം എന്താ വാക്കിൽ? ഹായിൽ എന്തുണ്ട്? ഹായിൽ ഏത് മദ്ദാണ് ഉള്ളത്? മദ് അസ്ലി. ഏത് ഹുറൂഫിൽ മദ്ദാ വന്നിരിക്കുന്നത്? ഫതഹിന് ശേഷമുള്ള അലിഫ്. അപ്പോൾ അവിടെ മദ് അസ്ലിയാൻ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹുറൂഫിൽ മദ്ദിന് ശേഷം ഹംസയോ സുക്കൂനോ ഷദ്ദോ ഒന്നും വരാത്തത് കൊണ്ട് മദ് അസ്ലി ഒരു അലിഫിൻ്റെ അളവ് നീട്ടണം. ഇനി വനസിയയിൽ പ്രത്യേകിച്ച് നിയമമൊന്നുമില്ല, ഇല്ലല്ലോ. അടുത്തത് മാ ഖദ്ദമത്ത്. അവിടെ മീമിൽ എന്തുണ്ട്? ഇനി സ്പീഡ് പറയുക. മീമിൽ മദ് അസ്ലി ഉണ്ട്, ഒരു അലിഫിൻ്റെ അളവ് നീട്ടണം. ഇനി ഖദ്ദമത് യദാ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഖദ്ദമത് യദ എന്ന് പറയുമ്പോൾ ആ തായിന് സുക്കൂൻ വന്നിട്ടുണ്ട്. കലക്കൽ ചെയ്യാൻ പറ്റുമോ? ഖദ്ദമത് യദ എന്നല്ല, ഖദ്ദമത് യദ. ഖദ്ദമത് യദ. ഖദ്ദമത്ത് ത് എന്നുള്ള സൗണ്ട് കേൾക്കാൻ പാടില്ല. കൽക്കലയുടെ അക്ഷരങ്ങൾ എത്ര അക്ഷരം? 5. കുത്തുബ് ജദ്. ഓക്കെ. എപ്പോഴാണ് ഇത് കൽക്കല ചെയ്യേണ്ടത്? ഏതാ? സുക്കൂൻ വരുമ്പം. ഓക്കെ. ഇവിടെ കൽക്കലയില്ല. ഖദ്ദമത് യദാ എന്ന് പറയണം. ഇവിടെ നമുക്ക് തൽക്കാലം ഇവിടെ വഖഫ് ചെയ്യാം. ഇവിടെ ഒരു അടയാളം കൊടുത്തിട്ടുണ്ടല്ലോ, ജീം എന്ന് പറഞ്ഞ അടയാളം കൊടുത്തിട്ടില്ലേ വഖഫിൻ്റെ അടയാളമായിട്ട്? എന്താണ്? നിർത്താനും നിർത്താതിരിക്കാനും അനുവാദമുണ്ട്. ജീം വന്നു കഴിഞ്ഞാൽ നിർത്താനും നിർത്താതിരിക്കാൻ അനുവാദമുണ്ട്. പക്ഷേ രണ്ടിനും ഒരേ സ്ഥാനം. നിർത്തുന്നതിനും ഒരേ സ്ഥാനം, നിർത്താതിരിക്കുന്നതിനും ഒരേ സ്ഥാനം. പ്രത്യേകിച്ച് ഏറ്റവും വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അവിടെ നിർത്തുമ്പോൾ ഒരു വിഷയം വരും. നിർത്തുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഹായിൽ എങ്ങനെയാണ് നിർത്തേണ്ടത്? സുക്കൂൻ കൊടുത്തല്ലേ നിർത്തുക. അപ്പോൾ വരുന്ന വിഷയം എന്താണ്? ദാലിന് ഹുറൂഫിൽ മദ് വന്നിട്ടില്ലേ? ഏത് ഹുറൂഫിൽ മദ്ദാണ് വന്നിരിക്കുന്നത്? ഫതഹിന് ശേഷം അലിഫ് വന്നിട്ടുണ്ട്. ഹുറൂഫിൽ മദ്ദിന് ശേഷം നമ്മളിവിടെ വഖഫ് ചെയ്യുന്നതുകൊണ്ട് സുക്കൂനും വരുന്നുണ്ട്. അപ്പോൾ ഇതേത് മദ്ദായിട്ട് മാറും? മദ് അസ്ലി, മദ് ഫറഇയോ? മദ് ഫറഇ. എന്താ മദ് ഫറഇ എന്ന് പറഞ്ഞാൽ? മദ് ഹുറൂഫിൽ മദ്ദിന് ശേഷം നേരത്തെ പറഞ്ഞ 3 സാധനങ്ങൾ, ഹംസയോ സുക്കൂനോ ഷദ്ദോ വന്നാൽ അതിന് മദ് ഫറഇ എന്ന് പറയും. വന്നില്ലെങ്കിൽ അസ്ലി എന്ന് പറയും. ഇവിടെ നമുക്ക് വന്നിട്ടുണ്ടോ? വന്നിട്ടില്ലേ? ഇവിടെ വന്നില്ലേ? വഖഫ് ചെയ്യുന്നതുകൊണ്ട് വന്നില്ലേ? അപ്പോൾ ഇനി ഒരു അലിഫ് നീട്ടിയാൽ മതിയോ? ഇല്ല. ഇവിടെ വേറൊരു വിഷയമുണ്ട്. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകൾ മദ്ദിൻ്റെ നിയമങ്ങളൊക്കെ പഠിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഏത് മദ്ദാ? മദ്ദിൻ്റെ പേര് മദ് ആരിദുൽ സുക്കൂൻ. അത് നമുക്കിപ്പോൾ എന്ത് ചെയ്യാ? ഇനി ഇതാക്കണോ? എന്താ മദ് ആരിദ് എന്ന് പറഞ്ഞാൽ എന്താ? ആരിദ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഇത് ശ്രദ്ധിച്ചാൽ മതി എപ്പോഴും. ആരിദ് എന്ന് പറഞ്ഞാൽ താൽക്കാലികം എന്ന അർത്ഥം. ആരിദ് എന്ന് പറഞ്ഞാൽ താൽക്കാലികം. ഇവിടെ യഥാർത്ഥത്തിൽ സുക്കൂൻ ഉണ്ടോ? യദാഹു എന്നല്ലേ? ഹായിന് ലമ്മല്ലേ? ഒറിജിനൽ സുക്കൂൻ അല്ല അവിടെ വന്നിരിക്കുന്നത്. എന്തിനു വേണ്ടി വന്ന സുക്കൂനാണ്? വഖഫിൻ്റെ പേരിലാണ് അവിടെ സുക്കൂൻ വന്നിരിക്കുന്നത്. അപ്പോൾ താൽക്കാലിക സുക്കൂനാണ്. അപ്പോൾ ഹുറൂഫുൽ മദ്ദിന് ശേഷം വഖഫിൻ്റെ പേരിൽ വരുന്ന താൽക്കാലിക സുക്കൂൻ കാരണമായിട്ടുണ്ടാകുന്ന മദ്ദിനാണ് എന്തെന്ന് പറയുന്നത്? മദ് ആരിദ് എന്ന് പറയുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ. ഒറിജിനൽ സുക്കൂൻ അല്ലാതെ താൽക്കാലിക സുക്കൂൻ വരും. താൽക്കാലിക സുക്കൂൻ എന്തുകൊണ്ട് വരുന്നു? വഖഫിൻ്റെ പേരിൽ വരുന്നു. അപ്പോൾ അങ്ങനെയുള്ളതിന് മദ് ആരിദ് എന്ന് പറയുക. അത് എന്തിൻ്റെ വിഭാഗത്തിൽപ്പെടുന്ന? മദ് അസ്ലിയുടെ വിഭാഗത്തിൽപ്പെടുന്നു, മദ് ഫറയുടെ വിഭാഗത്തിൽപ്പെടുന്നു. മദ് ഫറയുടെ വിഭാഗത്തിൽപ്പെടുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ എങ്ങനെ നിർത്തണം? ഇപ്പോഴും ഖദ്ദമത് യദാ എന്ന് പറയണ്ട. അങ്ങനെ പറയല്ലേ എന്നാണ് നേരത്തെ പറഞ്ഞത് നമ്മൾ. ഖദ്ദമത് യദാ. ഓക്കെ, ഇനി നമുക്ക് അവിടം വരെ ഒന്ന് ക്ലിയർ ആക്കാം. ഓക്കെ. വമൻ അസ്ലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി ഫഅറദ അൻഹാ വനസിയ മാ ഖദ്ദമത് യദാ. ഒന്നും കൂടെ. ومن أظلم ممن ذكر بآيات ربه فأعرض عنها ونسي ما قدمت يداه. ഇനി ഓതണ്ടോ? ഇനി ഓതണോ? ആരാ ഫസ്റ്റ് ഓതുക? അവിടെ മണിക്കണം. മിമ്മയിൽ മാത്രം മണിച്ചാൽ പോലെ നൂനിൽ മണിക്കണം.
بآيات ربه فأعرض عنها ونسي ما قدمت يداه ഒന്നും കൂടി. ومن أظلم ممن ذكر بآيات ربه فأعرض عنها ونسي ما قدمت يداه ഖദ്ദമത്. ഓക്കെ, വേറെ എന്തെങ്കിലും പ്രശ്നം ആർക്കെങ്കിലും തോന്നിയോ ഓതിയപ്പം? ദുഃഖിറ ബി ആയാത്തി റബ്ബി, നിങ്ങൾ റാ എന്നാ പറയണത്. കുറച്ചൊന്നും എന്ത് ചെയ്യണം, ബോൾഡാക്കണം. പരത്തി റായിന് ഫത്ത് പറയുമ്പോൾ കനപ്പിക്കണ്ടേ? കനപ്പിക്കാൻ എങ്ങനെ? നമ്മൾ വെറുതെ റാ എന്ന് എന്ത് ചെയ്ത് പരത്തി പറയരുത്. റാ ദുഃഖിറ ബി ആയാത്തി റബ്ബിഹി, റബ്ബിഹി അല്ല. ഓക്കെ, അടുത്താലോ ഇത് ഒന്ന് അല്ല അടുത്ത് ഒതിക്കോ, അവിടെ മണിക്കരുത്. വമൻ അതിലും ഇൽഹാറല്ലേ. ഒന്നും കൂടി. അവിടെ എന്താ നിയമം? മിമ്മൻ, മിമ്മനിലെ നൂൻ, സാക്കിനായ നൂനിലെ നിയമം എന്താ? സാക്കിനായ നൂന് ശേഷം ദാല് വന്നാൽ ഇഖ്ഫ അല്ലേ? ഇഖ്ഫ വന്നാൽ മറച്ചു മണിക്കണം. നൂൻ എന്ത് ചെയ്യരുത്, വ്യക്തമാക്കരുത്. ഇപ്പം നിങ്ങൾ ഓതി എങ്ങനെ? മിമ്മൻ ദുഃഖിറാന്ന് ഓതിയത്, നൂനെ വ്യക്തമാക്കരുത്. മിമ്മതു. ശരിയായിട്ടില്ല. മിമ്മതു. വ്യത്യാസം മനസ്സിലാവും, ഒന്ന് ശ്രദ്ധിച്ചോളി. നൂന് ഉച്ചരിക്കരുത്. മിമ്മൻ, മന്നല്ല, മതു, മതു. ഓക്കെ, ഓക്കെ. അവിടെ ഇപ്പോഴും മറ്റേ ശരിയായിട്ടില്ല കേട്ടോ. അവിടെ രണ്ട് കാര്യം ശ്രദ്ധിക്കണം. ഒന്ന് മറയ്ക്കണം, പിന്നെ മണിക്കുകയും ചെയ്യണം. ഇപ്പം അങ്ങനെ മണിച്ചില്ല. മിമ്മതു, മതു. രണ്ട് സ്ഥലത്ത് മണിക്കണം. മിമ്മയിലും മണിക്കണം, പിന്നെ മതു അവിടെയും മണിക്കണം. ഇപ്പോൾ കുറേയൊക്കെ ശരിയായി. فأعرض فأعرض ഒന്നുകൂടെ. ഖദ്ദമ. അള്ളാഹ് അക്ഷരങ്ങളൊക്കെ പോയിക്കണല്ലോ. ഖദ്ദമ, ഖദ്ദമ. രണ്ട് ദാദ് ശ്രദ്ധിക്കണം, ഖാഫ് ശ്രദ്ധിക്കണം. അടുത്തൊരാൾ ഓതി. ലാസ്റ്റ് ഒന്നുകൂടെ ഓതിപ്പിക്കും ഇങ്ങോട്ട്. ഓക്കെ, നിങ്ങളൊന്ന് ഓതി നോക്കണേ. അവിടെ മതില്ല. ഓക്കെ, ومن أظلم ممن ذكر بآيات ربه فأعرض عنها ونسي ما قدمت يداه. فأعرض എന്ന് പറഞ്ഞേക്ക്. فأعرض 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 നോക്കിക്കോളി. ഒന്നുകൂടെ. അദ്ലമു, ലാസുക്കൂൻ കൽക്കലിയില്ല. അദ്ലമു ആണ്. അദ്ലമു അല്ല, അദ്ലമു. അക്ഷരങ്ങൾ ശ്രദ്ധിക്കണേ. ഫഅറദയിലെ ദാദ് ശ്രദ്ധിക്കണം. ഖദ്ദമത്തിലെ ഖാഫ് ശ്രദ്ധിക്കണം. ഖദ്ദമത്തല്ല, ഖദ്ദമത്ത്. ഫഅറദ മതി. ഫഅറദ
فأعرض عن قدمت അല്ല ഓക്കെ. ومن أظلم ممن ذكر بآيات ربه فأعرض ഇല്ല فأعرض عنها ونسي ما قدمت يداه. നിങ്ങൾ ചില അക്ഷരങ്ങൾ കനപ്പിക്കാൻ വേണ്ടി മോക്കദ്ദമത്തില്ല മ, അവിടെ സാധാ മ ആണ്. മ قدمت يداه. നിങ്ങൾ ഉപയോഗിക്കോ. ومن أظلم ഒമൻ ഒദ്ലമു ഇല്ല. ومن أظلم ممن ذكر بآيات ربه فأعرض عنها. ഓ അവിടൊക്കെ നിങ്ങൾ മനസ്സിലാവും, ചെറുപ്പക്കാരായിക്കണല്ലോ. മോളും ഉണ്ട്, രണ്ടുപേരും കൂടെ പറ്റി. ഒരു കസേര കൂടെ വേണ്ടേ? ഓക്കെ, ഇനി അടുത്ത ആൾ നോക്കിക്കോളി. നിങ്ങളൊന്ന് ഓതി. ومن أظلم ممن ذكر അവിടെ ഒന്ന് കുറച്ചുകൂടെ മണിച്ചോളി. ومن أظلم ممن അദ്ലമു ഇല്ല, അദ്ലമു അദ്ലമു. നിങ്ങളിപ്പോൾ ഒന്ന് ലാസ്റ്റ് തോന്നുന്നു അതാ. ومن أظلم ممن ذكر بآيات ربه فأعرض عنها ونسي ما قدمت يداه. മാഷാ അല്ലാ. ഇവിടെ രണ്ട് കാര്യം ശ്രദ്ധിക്കണം. ഒന്ന്, വമൻ അദ്ലമു, ഇവിടെ മണിക്കൂല, ഇവിടെ മണിക്കാതെ നോക്കണം. വമൻ അദ്ലമു. ومن أظلم ممن ذكر بآيات ربه فأعرض عنها ونسي ما قدمت يداه. ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. എവിടെ നിങ്ങൾ ഒന്ന് മാ ഖദ്ദമത്ത് യദ എന്നല്ല, ഖദ്ദമത് യദ, മത് യദ. ما قدمت يداه. ഈ തായിൻ്റെ ഇവിടെ ഉണ്ടല്ലോ, മാ ഖദ്ദമത്ത് എന്നുള്ള സൗണ്ട് വരാൻ പാടില്ല. മാ ഖദ്ദമത് യദ. ما قدمت يداه. മാഷാ അല്ലാ. നിങ്ങൾ ഓതിയോ? ആ ഓതി. നിങ്ങൾക്കുള്ള പ്രശ്നം വെച്ചാൽ റായിൻ്റെ പ്രശ്നമാണ്. റാ പരത്തിയവനോ, റായല്ല റോ, റോ. ഒന്നും കൊണ്ടൊന്ന് ആ ഓക്കെ. മാഷാ അല്ലാ. ومن أظلم ممن ذكر بآيات ربه فأعرض ഇല്ല, فأعرض عنها ونسي ما قدمت يداه. ഈ വാക്ക് മാത്രം എനിക്ക് ഫഅറള എന്നുള്ള വാക്ക് മാത്രം. فأعرض ഫഅറള ഇല്ല, ഹംസ പറഞ്ഞതിന് ശേഷമാണ് അയിന്. ഫഅറള. ومن أظلم ممن ذكر بآيات ربه فأعرض عنها ونسي ما قدمت يداه. 80% ശരിയായിട്ടുണ്ട്. ഇതിവിടെ ശ്രദ്ധിക്കണം, എന്താ അറിയോ, അയിൻ പറയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യരുത്, ഹംസയെ ഒകാരത്തിലാക്കരുത്. ഫഅറള ഇല്ല, കറക്റ്റ്. ഓക്കെ, നിങ്ങളൊന്ന് ഓതി നോക്കി. بسم الله الرحمن الرحيم. ومن أظلم ممن ذكر بآيات ربه മുറിച്ചോതിലും കുഴപ്പമില്ല. فأعرض عنها ونسي ما വനസി ونسي യായിന് എന്താ ഹർക്കത്ത്? ونسي വനസിയ. ونسي ما യായിൻ ഷദ്ദില്ല, വനസിയ കട്ടി കൂട്ടാതെ വനസിയ. ونسي ما قدمت يداه. അതുപോലെ തന്നെ ഈ അക്ഷരം പറയുമ്പോഴത്തേന് ശ്രദ്ധിക്കണം, ഇത് കാന്നല്ല, ما قدمت يداه. ഓക്കെ. അപ്പോൾ എവിടെയൊക്കെ നമുക്ക് പ്രശ്നം വന്നത്? ഒന്ന് ഏറ്റവും മെയിൻ പ്രശ്നം നസിയ. نسي. ഇവിടെ എന്ത് ചെയ്യരുത്, യാന് കട്ടി നസിയ എന്നായി പോരുത്. ഈ അക്ഷരം ശ്രദ്ധിക്കണം, ഖാഫ്. ഓക്കെ, ഒന്ന് നോക്കണം. بالله من الشيطان الرجيم.
ومن أظلم ممن ذكر بآيات ربه فأعرض عنها ونسي ما قدمت يداه. ഡോക്ടർ ഓതുന്നുണ്ടോ? ഓതിക്കോളി. ആ മിമ്മൻ അവിടെ മണിക്കണം. എന്താ മാഷാ അല്ലാഹ്. മാ ഖദ്ദമത്ത് നോക്കിക്കോളി. മഖദ്ദമത്ത് എന്നായി പോരുത്, ഖദ്ദമത് യദാ. ആ അങ്ങനെ ഓക്കെ ഓക്കെ. ഇനി അടുത്ത ഓതാ. അടുത്തത് ഇന്ന. ഇന്ന ജഅൽനയിൽ ഇന്നയിൽ എത്ര നിയമമുണ്ട്? 2 നിയമം. ഒന്നെന്താണ്? നൂന് ഷദ്ദ് വന്നാൽ മണിക്കണം. 2 അക്ഷരങ്ങൾക്ക് ഷദ്ദ് വന്നാൽ മണിച്ചോദണം. ഏതൊക്കെ 2 അക്ഷരങ്ങൾ? നൂനും മീമ്. ഈ 2 അക്ഷരങ്ങൾക്ക് ഷദ്ദ് വന്നാൽ മണിക്കണം. സിമ്പിളായിട്ടുള്ള നിയമമാണ്. അതേപോലെ തന്നെ നൂനിൽ എന്തുണ്ട്? മദ് അസ്ലി ഉണ്ട്. ഒന്നുകൂടെ പറയാം. മദ് അസ്ലി എന്താണ്? ഹുറൂഫുൽ മദ്ദിന് ശേഷം ഹംസയോ സുക്കൂനോ ഷദ്ദോ വരാതിരുന്നാൽ. ഇന്നായിൽ എന്തുണ്ട്? ഏത് മദ്ദിൻ്റെ അക്ഷരമാണ് ഉള്ളത്? മദ്ദിൻ്റെ അക്ഷരം ഏതാ ഉള്ളത്? ഫതഹിന് ശേഷമുള്ള അലിഫ്. അത് മദ്ദിൻ്റെ ഒരു അക്ഷരത്തിൽപ്പെട്ട അക്ഷരമാണ്. അതിന് ശേഷം എന്ത് വന്നിട്ടില്ല? ഹംസയോ സുക്കൂനോ ഷദ്ദോ ഒന്നും വരാത്തത് കൊണ്ട് ഇവിടെ എന്ത് ചെയ്യണം? ഒരു അലിഫിൻ്റെ അളവ് നീട്ടണം. ഇങ്ങനെ ഇന്ന. ഓക്കെ. ജഅൽനായിലോ? ജഅൽനായിലെ നൂനിലും ഇതേ വിഷയം തന്നെ. എന്താ ഉള്ളത്? മദ് അസ്ലിയാണ് ഉള്ളത്. ഒരു അലിഫിൻ്റെ അളവ് നീട്ടണം. അലാ ഖുലൂബിഹിമിലെ ലാമിലും തന്നെ സെയിം തന്നെ, മദ് അസ്ലിയാണ്. ഓക്കെ. ഇനി ഖുലൂബിഹിം, അവിടെ ലാമിൽ എന്തുണ്ട്? മദ് അസ്ലി. അവിടെ ഏത് മദ് ഹുറൂഫുൽ മദ്ദാ വന്നിരിക്കുന്നത്? അങ്ങനെ വാവ് എന്നൊന്നും പറഞ്ഞാൽ അംഗീകരിക്കത്തില്ല. ലമ്മിന് ശേഷമുള്ള സുക്കൂണുള്ള വാവ്. ലാമിൽ ലമ്മ് വന്നിട്ടുണ്ട്, ശേഷം സുക്കൂണുള്ള വാവ് വന്നു. അപ്പം ഹുറൂഫുൽ മദ്ദായി. അതിനുശേഷം എന്തില്ല? ഹംസ ഷദ്ദൊന്നും വരാത്തത് കൊണ്ട് ആ മദ്ദിൻ്റെ പേരെന്താണ്? മദ് അസ്ലി. ഒരു അലിഫിൻ്റെ അളവ് നീട്ടണം. ഇനി അത് കഴിഞ്ഞിട്ട് ഇനി ഖുലൂബിഹിം, അവിടെ ആ വാക്കിൻ്റെ അവസാനം എന്ന് വന്നിട്ടുണ്ട് സാക്കിനായ മീമ് വന്നിട്ടുണ്ട്, സുക്കൂനുള്ള മീമ് വന്നിട്ടുണ്ട്. സുക്കൂനുള്ള സാക്കിനായ മീമിൻ്റെ നിയമങ്ങൾ എത്ര ഉണ്ട്? 2 2 3 2 അഭിപ്രായം വന്നു. ഇതിലേതാ ശരി? 3 നിയമങ്ങളാണുള്ളത്. സാക്കിനായ മീമിൻ്റെ നിയമങ്ങൾ 3 അതിൽ ഏറ്റവും കൂടുതൽ അക്ഷരമുള്ള നിയമം ഏതാ? ഇൽഹാർ ഷഫവി അല്ലേ? അത് എത്ര അക്ഷരങ്ങളുണ്ടായിന്? 26 അക്ഷരങ്ങൾ. ഓക്കെ. അതെപ്പോഴാണ് ഇൽഹാർ ഷഫവി ആകുന്നത്? സാക്കിനായ മീമിന് ശേഷം. മാഷാ അല്ലാഹ്. സാക്കിനായ മീമിന് ശേഷം ഏതൊക്കെ അക്ഷരങ്ങൾ ഒഴിവാക്കണം? ബാ മീം ഒഴികെയുള്ള ഏത് അക്ഷരം വന്നാലും, ബാ മീം ഒഴികെയുള്ള ഏത് അക്ഷരം വന്നാലും ഏതാ നിയമം? ഇൽഹാർ ഷഫവി. മനസ്സിലായോ? സുക്കൂണുള്ള മീമിന് ശേഷം ബാ മീം അല്ലാത്ത ഏത് അക്ഷരം വന്നാലും മണിക്കാതെ ഓതണം. ഓക്കെ. ഇവിടെ നോക്കിയാൽ ഖുലൂബിഹിം എന്ന് പറയുമ്പോൾ സാക്കിനായ മീമ് വന്നിട്ടുണ്ട്. ശേഷം വന്നിരിക്കുന്ന അക്ഷരം ഏതാ? ഹംസ വന്നിട്ടുണ്ട്. അപ്പം ബായും മീമും അല്ലാത്ത അക്ഷരമല്ലേ? അപ്പം എന്ത് ചെയ്യണം? ഇൽഹാർ ഷഫവിയാണ്. ഇൽഹാർ ഷഫവി എന്ന് എന്ത് ചെയ്യണം? മണിക്കാതെ വ്യക്തമാക്കി ഓതണം. ഓക്കെ. അപ്പം എങ്ങനെ ഓതണം? ഖുലൂബിഹിം ആ. അങ്ങനെ ഹിം ആ മണിക്കാതെ. ഹിം ആന്ന് മണിക്കുവോ? ഇല്ല. ഹിം ആ. ഇനി അകിന്നതൻ. അകിന്നതൻ എന്നതിലുള്ള നിയമം ഏതാ? നൂനിന് ഷദ്ദ് വന്നോ മണിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞു നൂനിനോ മീമിനോ ഷദ്ദ് വന്നാൽ എന്ത് ചെയ്യണം? കണ്ണടച്ച് മണിക്കുക. പ്രത്യേകിച്ചൊന്നും നോക്കാനില്ല. അപ്പം അകിന്നതൻ എന്നുള്ള നൂനിൽ മണിക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് അകിന്നതൻ, ആ അക്ഷരത്തിൻ്റെ പേരെന്താ? ഹാത്ത അല്ലേ? സാധാ തായല്ല, ഹാത്ത. ആ തായിന് എന്താ ഹർക്കത്ത് വന്നിരിക്കുന്നത്? തൻവീൻ. തൻവീനിൽപ്പെട്ട ഏതാ വന്നിരിക്കുന്നത്? ഹർക്കത്ത് ഏതാ? ഇരട്ട ഫതഹ്. തൻവീൻ എന്ന് പറയുമ്പോൾ 3 എണ്ണത്തിന് ഒരുമിച്ച് പറയുന്ന പേരാണ്. ഇരട്ട ഫതഹ്, ഇരട്ട കസർ, ഇരട്ട ലബ്ന് 3 കൂടെ പറയുന്ന പേരാണ് തൻവീൻ. ഇവിടെ ഇരട്ട ഫതഹ് വന്നിട്ടുണ്ട്. അതിനുശേഷം വന്നിരിക്കുന്ന അക്ഷരം ഏതാ? ഹംസ. ഇപ്പം നമ്മൾ നേരത്തെ പറയുന്നതാണ് സാക്കിനായ നൂനിനോ തൻവീനിനോ ശേഷം, സാക്കിനായ നൂനിനോ തൻവീനോ ശേഷം ഹംസ ഹ ഐൻ ഹ ഗൈൻ ഖായിലുള്ള ഏതെങ്കിലും അക്ഷരം വന്നാൽ എന്താ? ഇൽഹാറാണ്. ഇപ്പോൾ ഇവിടുത്തെ നിയമം ഇൽഹാറാണ്. എന്ത് ചെയ്യണം? മണിക്കാതെ ഓതണം. ഓക്കെ. അപ്പം എങ്ങനെ ഓതുക? തൻ ആ, തൻ ആ. ഓക്കെ. അവിടെ നമുക്ക് നിയമം പറഞ്ഞു വെക്കാം. എങ്ങനെ നിയമം പറയാം? നൂൻ സാക്കിൻ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. താ തൻവീൻ. താ തൻവീൻ ഇൽഹാർ. തൻവീന് ശേഷം
ഇൽഹാറിൻ്റെ ആറക്ഷരങ്ങളിൽപ്പെട്ട ഹംസ വന്നിരിക്കുന്നു. ആരെ? തൻവീനിനെ മണിക്കാതെ വ്യക്തമാക്കി ഓതണം. ഒന്നുകൂടെ പറയണോ ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ? ഒന്ന് പറഞ്ഞു നോക്കിയോ. ഹംസ ഹ ഐൻ ഹ ഗൈൻ ഖ. ഓക്കെ, അപ്പോൾ ഇവിടെ തൻ എന്ന് മണിക്കാതെ വേണം ഓതാൻ. അത് കഴിഞ്ഞിട്ട് ഇനി അടുത്തത് അയ്യ. സാക്കിനായ നൂൻ വന്നിട്ടില്ലേ? അതിന് ശേഷം വന്നിരിക്കുന്ന അക്ഷരം ഏതാ? യാ. സാക്കിനായ നൂൻ ശേഷം യാ വന്നാൽ ഇദ്ഗാം ബിഗുന്ന. ഇദ്ഗാം ബിഗുന്ന. എത്ര അക്ഷരങ്ങൾ ഇദ്ഗാം ബിഗുന്നക്ക്? 4. മാഷാ. ഏതൊക്കെയാ അക്ഷരങ്ങൾ പറഞ്ഞേ? മീം നൂൻ, യാ വാവ് മീം നൂൻ. ഇപ്പോൾ സാക്കിനായ നൂനോ തൻവീനോ ശേഷം ഈ യാ വാവ് മീം നൂനിൽ ഏതെങ്കിലും അക്ഷരം വന്നാൽ എന്ത് ചെയ്യണം? ഇദ്ഗാം ബിഗുന്ന വന്നാൽ മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതണം. ഇവിടെ വന്നിരിക്കുന്ന സാക്കിനായ നൂനാണ്. ആ നൂൻ എന്ത് ചെയ്യണം? യായിലേക്ക് മണിച്ച് കൂട്ടിച്ചേർക്കണം. അപ്പം എങ്ങനെയാ? അയ്യ. അപ്പം നിയമം പറഞ്ഞെങ്ങനെ? നൂൻ സാക്കിൻ ഇദ്ഗാമും ബിഗുന്ന. സാക്കിനായ നൂന് ശേഷം ഇദ്ഗാമും ബിഗുന്നയുടെ 4 അക്ഷരങ്ങളിൽപ്പെട്ട യാ വന്നിരിക്കുന്നു. സാക്കിനായ നൂനിനെ മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതണം. എങ്ങനെ? അയ്യ. ഇനി യഫ്ഖഹു. യഫ്ഖഹൂഹു. യഫ്ഖ 2 ഹാ വരുന്നുണ്ട്. യഫ്ഖഹു. യഫ്ഖഹൂഹു. അവിടെ ഹായിൽ എന്തുണ്ട്? മദ് അസ്ലി ഉണ്ട്. എന്തുകൊണ്ട് മദ് അസ്ലിയായി? വാവ് വന്നാൽ മദ് അസ്ലി ആവുമോ? ഹുറൂഫുൽ മദ്ദിന് ശേഷം ഹംസ സുക്കൂനോ ശബ്ദമൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് ഏത് ഹുറൂഫുൽ മദ് അവിടെ വന്നിരിക്കുന്നത്? ലമ്മിന് ശേഷമുള്ള വാവ് സുക്കൂൻ. ലമ്മിന് ശേഷമുള്ള വാവ് സുക്കൂനാണ് ഇവിടെ മദ്ദിൻ്റെ അക്ഷരം. അതിനുശേഷം ഹംസ സുക്കൂനോ ശബ്ദമൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഒരു അലിഫിൻ്റെ അളവ് നീട്ടുക. യഫ്ഖഹൂഹു. 2 ഹായ് ഉണ്ട്. യഫ്ഖഹൂഹു. ഇനി അടുത്ത് 2 ഹാ ഒരേ അക്ഷരം തന്നെ. എഴുത്തിൽ കാണുമ്പോഴുള്ള വ്യത്യാസമേ ഉള്ളൂ. 2 ഒരേ സാധനമാണ്. ഓക്കെ, ചേർത്ത് എഴുതുമ്പോഴുള്ള വ്യത്യാസം മാത്രമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വഫീ ആദാനിഹിം. ഇവിടെയുള്ള മദ് ഏതാ? ഫായുള്ള മദ് ഫറഇയാണ്. മദ് അസ്ലിയാണോ? അല്ല. എന്തുകൊണ്ട് മദ് ഫറഇയായി? എവിടെ ഹംസ വന്നു? ഹുറൂഫുൽ മദ്ദിന് ശേഷം ഹംസ വന്നിട്ടുണ്ട്. ഇനി കഴിഞ്ഞ ക്ലാസ്സൊക്കെ കേട്ട സ്ഥിതിക്ക് ഇത് ഏത് മദ് മുത്തസിൽ, മദ് മുൻഫസിൽ, മദ് ലാസിം, മദ് ആരിൽ ഏതാണ്? മാഷാ അല്ലാഹ്. എന്തുകൊണ്ട് മദ് മുൻഫസിലായി? എൻ്റെ പണി പറഞ്ഞു കിട്ടി. ഹുറൂഫുൽ മദ്ദിന് ശേഷം ഹംസ നെക്സ്റ്റ് പദത്തിലാണ് വരുന്നത് എങ്കിൽ മദ് മുൻഫസിലാണ്. ഇൻഫസല എന്ന് പറഞ്ഞാൽ തന്നെ മുൻഫസിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വിട്ടുപിരിഞ്ഞ് എന്ന അർത്ഥം തന്നെ. വാക്കർത്ഥം തന്നെ എന്താണ്? വിട്ടുപിരിഞ്ഞു വന്നത്. മുത്തസിൽ എന്ന് പറഞ്ഞാലോ ചേർന്ന് വന്നത്. അപ്പോൾ ഹുറൂഫുൽ മദ്ദും ഹംസയും ഒരേ സെയിം പദത്തിലാണ് വരുന്നത് എങ്കിൽ മുത്തസിൽ എന്ന് പറയും. 2 വേറെ വേറെ പദത്തിലാണെങ്കിൽ മുൻഫസിൽ എന്നും. ഇവിടെ ഫീ എന്നുള്ളത് ഒരു വേർഡും ആദാനി എന്നുള്ളത് വേറെ വേർഡുമാണ്. അപ്പോൾ ഒരു പദത്തിന് ഫീ എന്നിടത്തിൽ ഹുറൂഫുൽ മദ് വന്നു. ശേഷം മദ്ദിൻ്റെ അക്ഷരമായ ഹംസ എവിടെ വന്നിരിക്കുന്നത്? നെക്സ്റ്റ് പദത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മദ്ദിൻ്റെ പേര് മദ് മുൻഫസിൽ. മദ് മുൻഫസിലാവട്ടെ മുത്തസിലാവട്ടെ ഒക്കെ ഏതിൻ്റെ പരിധി വരുന്നതാണ്? ഫറയുടെ പരിധി വരുന്നതാണ്. അതുകൊണ്ട് കുറച്ച് നീട്ടിയാൽ പോരാ, കുറച്ച് അധികം നീട്ടണം. ഒരു അലിഫ് നീട്ടിയാൽ പോരാ, കുറച്ച് അധികം നീട്ടണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഫീ ആ എങ്ങനെയാണ്? ഇവിടെ ഒന്ന് നിയമം പറഞ്ഞു നോക്കി. എങ്ങനെയാ? ഫ മദ് ഫറഇ. ഹുറൂഫുൽ മദ്ദിന് ശേഷം ഹംസ വന്നിരിക്കുന്നു. ഹംസ ഒരു അലിഫിനേക്കാൾ കൂടുതൽ നീട്ടണം. ഇനി നിങ്ങൾ കുറച്ചും കൂടെ പഠിച്ചിരിക്കുക എന്ത് വേണമെങ്കിൽ പറയാം. മദ് മുൻഫസിൽ എന്ന് പറയുന്നതിന് തിരക്കേടൊന്നുമില്ല. മദ് മുൻഫസിൽ ഹുറൂഫുൽ മദ്ദിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ വന്നിരിക്കുന്നു. ഒരു അലിഫിനേക്കാൾ കൂടുതൽ നീട്ടണം. ഓക്കെ, എത്രയാണ് മദ് മുൻഫസിൽ? എത്ര അലിഫാണ് കിട്ടേണ്ടത്? അലിഫോ? അല്ലേ, ഞാൻ ഇവിടെ 4 അലിഫ് നീട്ടണം എന്നാണ് പഠിപ്പിച്ചത്. വേറെ എന്തെങ്കിലുമാണ് പഠിപ്പിച്ചത്? ഹർക്കത്താണ്, അലിഫല്ല. നമ്മൾ പറഞ്ഞിരുന്നു 2 ഹർക്കത്ത് കൂടുമ്പോഴാണ് എന്താകുന്നത്? ഒരു അലിഫാകുന്നത്. 2 ഹർക്കത്തിൻ്റെ അളവാകുമ്പോൾ ഒരു അലിഫാകും. അപ്പോൾ 4 ഹർക്കത്ത് എന്ന് പറയുമ്പോൾ എത്ര അലിഫായി? 2 അലിഫായി. വേറെ എന്തെങ്കിലുമൊക്കെ വിശദീകരണം പറഞ്ഞിരുന്നോ? മുത്തസിലും മുൻഫസിലിൻ്റെ ഒക്കെ? ഇല്ല. മദ് മുത്തസിലും മദ് മുൻഫസിലും ഒരേ അളവാണ് അതിന് അളവ് പറയലുള്ളത്. 2നും 4 ഹർക്കത്ത് എന്നാ പറയലുള്ളത്.
രണ്ട് ഹർക്കത്ത് കൂടുമ്പോൾ ഒരു അലിഫാവും. നമ്മളതിനെ മനസ്സിലായി. അപ്പം ബ എന്ന് പറയുമ്പോൾ ബായിന് എന്തായി? ഒരു ഹർക്കത്തായി. ബായിന് ഫതഹിട്ടാൽ ഒരു ഹർക്കത്ത്, അടുത്തൊരു ബായും കൂടി ഇട്ടിട്ട് ഒരു ഹർക്കത്ത് ഇട്ട് കഴിഞ്ഞാൽ രണ്ട് ഹർക്കത്തായി. ഈ രണ്ട് ബ എന്ന് ഉച്ചരിക്കുന്ന സമയമാണ് എന്ത് ചെയ്യേണ്ടത്? ബാ ഒരു അലിഫാവ് നീട്ടുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താ? അപ്പോൾ രണ്ട് ഹർക്കത്ത് കൂടുമ്പോൾ ഒരു അലിഫായി. 4 ഹർക്കത്താവുമ്പോൾ എത്ര അലിഫാവും? 2 അലിഫാവും. മദ് മുത്തസിലിനെ മദ് മുൻഫസിൽ ഇപ്പോൾ നിങ്ങൾ മനസ്സിലായ സ്ഥിതിക്ക് നമ്മൾ പറയാണ്, ഈ രണ്ട് ഇതാണ് മദ്ദുകളുടെ കൂട്ടത്തിൽ കനം കൂടുതലായ മദ്ദിന മദ് മുത്തസിലാണ് കനം കൂടുതലുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യരുത്? ഇതാണ് 4 അല്ലെങ്കിൽ 5 ഹർക്കത്ത് വരെ എന്തിനെ നീട്ടാം? മദ് മുത്തസിലിനെയും മുൻഫസിലിനെയും 4 അല്ലെങ്കിൽ 5 ഹർക്കത്ത് വരെ നീട്ടാം. ഒരു പോയിന്റ് ഞാൻ പ്രത്യേകം പറഞ്ഞു, എന്ത്? മദ് മുത്തസിൽ മദ് മുൻഫസിലിൽ സ്ഥാനം കൂടുതൽ ഏതിനാണ്? മദ് മുത്തസിലിനാണ്. ഒരിക്കലും എന്ത് സംഭവിക്കാൻ പാടില്ല? മുത്തസിലിനേക്കാൾ കൂടുതൽ മുൻഫസിലിനെ നീട്ടാൻ പാടില്ല. മുത്തസിലിനേക്കാൾ കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ മദ് മുത്തസിലിനെ 4 ഹർക്കത്ത് നീട്ടുന്നു, മുൻഫസിലിനെ 5 ഹർക്കത്ത് നീട്ടുന്നു. ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? സംഭവം ഒരേ സ്ഥാനമുള്ള മദ്ദാണെങ്കിലും തമ്മിൽ ഭേദം കൂടുതലായിരിക്കാണ് മുത്തസിലിനാണ്. രണ്ടും ഒരേ അളവിൽ നീട്ടുന്നു. അതായത് 4 ഹർക്കത്ത് മുത്തസിലിനെ നീട്ടുന്നു, 4 ഹർക്കത്ത് മുൻഫസിലിനെ നീട്ടുന്നു. പ്രശ്നമുണ്ടോ? ഇല്ല. മദ് മുത്തസിലിനെ 5 ഹർക്കത്ത് നീട്ടുന്നു, മുൻഫസിലിനെ 4 ഹർക്കത്ത് നീട്ടുന്നു. പ്രശ്നമുണ്ടോ? ഇല്ല. എന്ത് ചെയ്യാൻ പാടില്ല? മുത്തസിലിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യാൻ പാടില്ല? മുൻഫസിലിനെ നീട്ടാൻ പാടില്ല. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, കൊടുത്ത് പഠിച്ചു വെക്കുന്നത് മാത്രം. അത് എല്ലാം കൂടെ. പിന്നെ മദ് മുൻഫസിലിൻ്റെ വേറെ ഒരു ഗുണമാണ്, മദ് മുൻഫസിലിന് മാത്രമുള്ളതാണ്. മദ് മുൻഫസിലിനെ വേണമെങ്കിൽ ഒരു അലിഫ് നീട്ടാം. ഇതുപോലെ മദ് അസ്ലി നമ്മൾ നീട്ടലില്ലേ, അതുപോലെ വേണമെങ്കിൽ എന്തിനേയും നീട്ടാം? മദ് മുൻഫസിലിനെ നീട്ടാം. പക്ഷെ വിഷയം എന്താണെന്നറിയോ? നമ്മൾ ഖുർആൻ ഓതാൻ തുടങ്ങുമ്പോൾ മദ് മുൻഫസിലിനെ ഏതളവിലാണ് നീട്ടുന്നത് അതേ അളവിൽ ലാസ്റ്റ് വരെ നീട്ടണം. ഉദാഹരണത്തിന് ഞാൻ ഖുർആൻ ഓതി എടുത്തു സൂറത്ത് കാഫ് ഓതാൻ വേണ്ടി വെള്ളിയാഴ്ച ഇരുന്നു. ആയത്തെ മദ് മുൻഫസിൽ ഞാൻ ഒരു അലിഫാണ് നീട്ടുന്നതെങ്കിൽ ലാസ്റ്റ് വരെ എന്ത് ചെയ്യണം? ഒരു അലിഫ് നീട്ടണം. അല്ലാതെ ഒരു അലിഫ് പിന്നീട് 4, 5 അങ്ങനെ മാറാൻ പാടില്ല. മദ് മുൻഫസിലിന് 4 ഹർക്കത്താണ് ഒരാൾ നീട്ടി തുടങ്ങിയെങ്കിൽ അവസാനം എന്ത് ചെയ്യണം? 4 ഹർക്കത്തിലും. അത് മദ് മുൻഫസിലിന് മാത്രം പ്രത്യേകമുള്ളൊരു നിയമമാണ്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മുടെ ഹറമിലൊക്കെ തറാവീഹ് നിസ്കാരത്തിൽ ഓതുന്ന ഇമാമിങ്ങൾ മദ് മുൻഫസിലിന് ഒരു അലിഫ് മാത്രം നീട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താ മദ് അസ്ലി പോലെ നീട്ടുന്നത്? മദ് മുൻഫസിലിന് മാത്രം വേണമെങ്കിൽ അങ്ങനെ നീട്ടാന്നുള്ളൊരു ഇളവുണ്ട്. തറാവീഹ് നിസ്കാരം കുറച്ച് സ്പീഡിൽ ഓതുന്നതാണല്ലോ തറാവീഹ് നിസ്കാരം. അപ്പം മദ് മുൻഫസിലിന് മാത്രം എന്ത് ചെയ്യാം? കുറച്ച് അളവിൽ കുറയ്ക്കാം. പക്ഷേ ശ്രദ്ധിക്കേണ്ട എന്താണ്? ഏതളവിലാണോ ആദ്യം ഓതുന്നത് അതേ അളവിൽ തന്നെ അവസാനം വരെയും മദ് മുൻഫസിലെല്ലാം നീട്ടണം. മുത്തസിലിന് ഇളവൊന്നുമില്ല. മുത്തസിലിന് ചേഞ്ചൊന്നും ചെയ്യാൻ പാടില്ല. എന്ത്? അളവിൻ്റെ 4ലാണ് നീട്ടുന്നെങ്കിൽ എല്ലാം അങ്ങനെ തന്നെ. പക്ഷേ ഒരലിഫ് നീട്ടാനുള്ള എന്തില്ല? വകുപ്പ് മുത്തസിലിനില്ല. ഹാ ഉലായിലെ ഹായിലെ മദ് മുൻഫസിലാണ്, ലാ ഇലെ മദ് മുത്തസിലുമാണ്. അതുകൊണ്ട് ഹാ ഉലായി ഓതലുണ്ട്. നോക്കുമ്പോൾ ഹാ ഉലായി ഒറ്റ പദമാണ്, പക്ഷേ ഹാ വേറെയും ഉലായി വേറെയാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ നഹ്വും സർഫും പഠിക്കണം. ഓക്കെ, അത് മദ് ലാസിമാണ്. അത് മുത്തസിൽ മുൻഫസിൽ ഒന്നുമല്ല. അത് ഹുറൂഫിൽ മദ്ദിന് ഷദ്ദോ സുക്കൂനോ രണ്ടും. മദ് ലാസിം, മദ് ലാസിം 6 ഹർക്കത്ത്. ഓക്കെ, ഇനി അതിനെക്കുറിച്ച് കൂടുതൽ പറയണോ? ഉണ്ടല്ലോ, അപ്പം പോവാ. വല്ലാതെ പറഞ്ഞാൽ ഞങ്ങൾക്ക് ചടക്കും. ഞാനിതൊന്നും തുടരണ്ടെന്ന് ചോദിച്ചപ്പോൾ നിങ്ങളൊക്കെ പഠിച്ചു. ഞാൻ ഓക്കെ. അപ്പോൾ ഫീ ആദാനിലെ മദ് മുൻഫസിലാണ്. ഇപ്പോൾ കുറച്ചധികം നീട്ടണം. ഫീ ആ. ഇനി ഹംസയിലോ ആ എന്നുള്ളിടത്തൊരു മദ്ദില്ലേ, അതേത് മദ്ദാ? മദ് അസ്ലി. ഇനി സ്പീഡ് പറഞ്ഞു പോവാണ്. ആ ഒരലിഫിൻ്റെ അളവ് നീട്ടണം. അടുത്തത് ദാലിലോ ഒരലിഫിൻ്റെ അളവ് നീട്ടണം. അവിടെയും മദ് അസ്ലിയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ആദാനിഹിം സാക്കിനായ മീമു വന്നിട്ടുണ്ട് അല്ലേ? ഹിം സാക്കിനായ മീമു വന്നിട്ടുണ്ട്. അതിനുശേഷം വന്നിന് അക്ഷരം ഏതാ? വാവാണ്. നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞു എടുത്തിട്ടുള്ളൂ. സാക്കിനായ സുക്കൂണുള്ള മീമിന് ശേഷം ബാ മീം അല്ലാത്ത ഏത് അക്ഷരം വന്നാലും ഇൽഹാർ ഷഫവിയാണ്, മണിക്കാതെ ഓതണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ഹിം വാ. ഇവിടെ വേറൊരു വിഷയം ഞാൻ പറഞ്ഞിരുന്നു. സാക്കിനായ മീമിന് ശേഷം ഇൽഹാർ ഷഫവിയുടെ 26 അക്ഷരങ്ങളിൽ 2 അക്ഷരം വരുമ്പോൾ എന്ത് ചെയ്യണം? പ്രത്യേകം ശ്രദ്ധിക്കണം. ഏതൊക്കെ? വാവും ഫായും. എന്ത് ചെയ്യണം? ചുണ്ട് പൂർണ്ണമായിട്ടും അടച്ചു എന്ന് ഉറപ്പ് വരുത്തണം. ഹിം വ അല്ല, ഹിം വ. എങ്ങനെയാണ്? ഹിം വ.
ഹിംവ എന്നായി പോരുത്. ഹിംവ അല്ല, ഹിംവ. ഇനി അടുത്തത് ഈ വഖറൻ എന്നതിൽ എത്ര നിയമമുണ്ട്? വഖറൻ ഏതൊക്കെ നിയമ? ഒന്ന് കൽക്കലയുടെ നിയമമുണ്ട്. ഖാഫിന് സുക്കൂൻ വന്നു അല്ലേ? നേരത്തെ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞു മാ ഖദ്ദമത് യദാഹിൽ എന്ത് പറഞ്ഞു? തായിന് സുക്കൂൻ വന്നതുകൊണ്ട് കൽക്കൽ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ഖദ്ദമത്ത് യദാഹ് എന്ന് ഓതരുത്. എങ്ങനെ ഓതണം? ഖദ്ദമത് യദാഹ് എന്ന് ഓതണം പറഞ്ഞു. ഇവിടെ വന്നിരിക്കുന്ന ഖാഫിന് സുക്കൂൻ വന്നിട്ടുണ്ട്. കൽക്കലയുടെ അക്ഷരമല്ലേ? കൽക്കലയുടെ അക്ഷരം ഏതൊക്കെയാണെന്ന് നിങ്ങൾ പറഞ്ഞു നോക്കിയേ. അല്ല അക്ഷരത്തിന്റെ പേര് ഖാഫ് ത്വാ ബ ജീം ദാൽ. അതിനാണ് നമ്മൾ എന്തിന് സിമ്പിളായിട്ട് എന്ത് പറയുന്നത്? ഖുതുബ് ജദ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അക്ഷരങ്ങൾക്ക് സുക്കൂൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? സുക്കൂനിനെ അമർത്തി വെച്ചിരിക്കണം. ഇവിടെ എങ്ങനെ വഖറാന്ന് ഓതണം. അങ്ങനെ ഓതാൻ പാടില്ല. വഖറാന്ന് ഓതരുത്. വഖറ അല്ല, വഖറൻ. വഖ് എന്ന് ഉച്ചരിക്കണം. ഇനി വഖറൻ റായിന് എന്ത് വന്നിട്ടുണ്ട്? ഇരട്ട ഫതഹ വന്നിട്ടുണ്ട്. എന്ത് ചെയ്യണം? ലഘുവാക്കണ്ടേ? റായിന് ഇരട്ട ഫതഹ വന്നാൽ കനപ്പിക്കണം അല്ലേ? റായിന് ഇരട്ട ഫതഹ വന്നാൽ കനപ്പിക്കണം. ഇവിടെ ഒരു അടയാളം കണ്ടോ? സ്വാദ് ലാം യാ അല്ലേ? സ്വാദ് ലാം യാ കണ്ടില്ലേ? ഈ അടയാളം വന്നാൽ എന്താ ചെയ്യേണ്ടത്? നിർത്താനും നിർത്താതിരിക്കാനൊക്കെ അനുവാദം ഉണ്ടെങ്കിലും ഏറ്റവും നല്ലത് എന്താണ്? ചേർത്തോതലാണ് നല്ലത്. പക്ഷെ തൽക്കാലം നമുക്കിവിടെ നമ്മൾ നിർത്തുകയാണ്. എന്തുകൊണ്ട്? ശ്വാസം അവിടെ എത്തുമ്പോഴത്തേനും തീരും. അവിടെ എത്തും നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നിർത്തുമ്പോഴുള്ള വിഷയം എന്താ? റായിന് ഇരട്ട ഫതഹാണ് വന്നിരിക്കുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് നിർത്താൻ ഉദ്ദേശിക്കുന്ന വാക്കിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് ഇരട്ട ഫതഹ വരികയാണെങ്കിൽ എങ്ങനെ നിർത്തണം എന്നാണ് പഠിച്ചിട്ടുള്ളത്? ഒരു അലിഫിൻ്റെ അളവ് നീട്ടി നിർത്തണം. അപ്പോൾ ഇവിടെ വഖറൻ എന്നിടത്ത് എങ്ങനെ നിർത്തും? വഖറ എന്ന് നിർത്തണം. വഖറ എന്ന് നിർത്തണം. അപ്പം മദ് അസ്ലി. മാഷാ അല്ലാഹ്. മദ് ആരിതല്ല, മദ് ആരിതല്ല, മദ് അഴിവൽ. അഴിവൽ എന്ന് പറഞ്ഞാൽ എന്താ? പകരം വരുന്ന അർത്ഥം. മാഷാ അല്ലാഹ്. ഇനി എന്നെ നമുക്ക് പണിയില്ല. റിവൽ എന്ന് പറഞ്ഞാൽ തന്നെ പകരം വരുന്ന. ഇവിടെ യഥാർത്ഥത്തിൽ തൻവീനായിരുന്നല്ലോ വന്നിരുന്നത്, ഇരട്ട ഫതഹല്ലേ വന്നത്. ആ തൻവീനിനെ മാറ്റി അതിന് പകരമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? മദ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് മദ് റിവൽ എന്ന് പറയുന്നത്. ഒരു അലിഫിൻ്റെ അളവ് നീട്ടുക. ഓക്കെ, അപ്പം നമുക്ക് അവിടം വരെ ഒന്ന് ക്ലിയർ ആക്കാം. ഇന്നാ ജഅൽനാ അലാ ഖുലൂബിഹിം അകിന്നതൻ അൻ യഫ്ഖഹൂ. എനിക്ക് അവിടം വരെ ഉള്ളൂ. ഫിയാദാനിയിലേക്ക് മദൊന്നും എത്തും തോന്നുന്നില്ല. ഒരുമിച്ച് ചോദിക്കോളി, നോക്കാം. ഇന്നാ ജഅൽനാ അലാ ഖുലൂബിഹിം അകിന്നതൻ അൻ യഫ്ഖഹൂഹു വഫീ ആദാനിഹിം വഖറാ. മാഷാ അല്ലാഹ്. ആദാനിഹിം ഇപ്പോഴും ശ്രദ്ധിക്കണം. ആദാനിഹിം വഖറ അല്ല, ചുണ്ട് പൊട്ടിയാൽ പോടണം. ആദാനിഹിം വഖറാണ്. ഒന്നും കൂടെ ഓതിക്കോളി. ഇന്നാ ജഅൽനാ അലാ ഖുലൂബിഹിം അകിന്നതൻ അൻ യഫ്ഖഹൂഹു വഫീ ആദാനിഹിം വഖറാ. വൺസ് മോർ. ഇന്നാ ജഅൽനാ അലാ ഖുലൂബിഹിം അകിന്നതൻ അൻ യഫ്ഖഹൂഹു വഫീ ആദാനിഹിം വഖറാ. വഖറ വരെ എത്തിക്കാൻ വേണ്ടി ഇടയിൽ മണിക്കുന്ന സ്ഥലത്ത് മണിക്കൽ കുറയരുത്. ഓക്കെ, ആരാന്ന് ഫസ്റ്റ് ഓതുക അവിടെ? ഇനി അത്ര ഓതാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യുക? ഐ യഫ്ഖഹൂ, അവിടെ എന്ത് ചെയ്യുക? വഖഫ് ചെയ്യുക. എന്നിട്ട് ഐ യഫ്ഖഹൂഹു എടുത്തോതുക. അത് നോക്കിക്കോ. إنا جعلنا على قلوبهم أكنة أن يفقهوه وفي آذانهم وقرا. ما شاء الله. إنا جعلنا على قلوبهم أكنة أن يفقهوا. നിങ്ങൾ ചേർത്തോണം, നിങ്ങൾ മുറിച്ച് ചോദിയാൽ മതി, ഒരു കുഴപ്പമില്ല. أن يفقهوه وفي ഐ യഫ്ഖഹൂ. ഹൂ എന്നിട്ട് ഇവിടെ ഹായിൽ നീട്ട്. ഇവിടെ ഹായിൽ നീട്ടരുത്. ഹൂ എന്നില്ല. ഐ യഫ്ഖഹൂഹു വഫീ. أن يفقهوه وفي. വ്യത്യാസം എന്താ അറിയോ? നിങ്ങൾ ഈ ഹായിൽ നീട്ടുന്ന പോലെ ഇവിടെ നീട്ടുന്നുണ്ട്. ഹൂന്ന് നീട്ടാനില്ല. ഹൂ വഫീ. ഹൂ വഫീ. أن يفقهوه وفي. ഇല്ല, എപ്പോഴും നീട്ടുന്നുണ്ട്.
أن يفقهوه ആ وفي آذانهم ഇവിടെ നല്ലോണം നീട്ടണം. وفي وفي آذان آذانهم أن يفقهوه وفي آذانهم وقرا ഇവിടെ മണിക്കരുത്. ആദാനിഹിം വഖറ. آذانهم وقرا ഇതൊന്നും നിങ്ങൾ ക്ലിയർ ആക്കട്ടോ. നമുക്ക് എടുത്ത് നിന്നിട്ട് എഫ്ഖഹൂ ഹൂ നിന്നിട്ടാണ് എഫ്ഖഹൂഹു വഫി. ഇവിടെ ഒന്ന് ക്ലിയർ ആക്കാനുണ്ട്. أن يفقهوه وفي ഇല്ല, ഇപ്പോഴും നീട്ടുന്നതാണ് നിങ്ങൾ ക്ലിയർ ആക്കുകയാണ്. സൗണ്ട് ഒതുക്കോളേ. إنا جعلنا على قلوبهم أكنة أن يفقهوه وفي അവിടെ യഫ്ഖഹൂഹു എന്ന് നീട്ടാനില്ല. يفقهوه وفي آذانهم وقرا ഇൻഷാ അല്ലാഹ്. إنا جعلنا على قلوبهم أكنة أن يفقهوه وفي آذانهم وقرا آذانهم وقرا ചുണ്ട് പൂർത്തിയായിട്ട് അടയുന്നില്ല. ആദാനിഹിം വഖറ. وفي വഫീ آذانهم وقرا. ഓക്കെ മാഷാ അല്ലാഹ്. إنا جعلنا على قلوبهم أكنة അന്നല്ല. അവിടെ എന്താ നിയമം? ശേഷം യാ വന്നാൽ കൂട്ടിച്ചേർക്കണ്ടേ? ഇത് കാമ്പോന് അന്നല്ല അയ്യ. അന്ന് മണിക്കേണ്ടത് എപ്പോഴാണ്? ഇഖ്ഫായിലൊക്കെ അല്ലേ മണിക്കുക? അയ്യ. അവിടെ ഓതിയാൽ മതി. ആ ഭാഗത്ത് മാത്രം ഓതിയാൽ അയ്യ ഫഖഹു മതി. അയ്യ. ഇങ്ങോട്ട് പോയിക്കൂടി. അയ്യ. അന്നല്ല, നിങ്ങളുടെ ഇഖ്ഫാ പോലെ മണിക്കുന്നത്. അയ്യ എന്ന് പറഞ്ഞാൽ അയ്യ. അത് മണിച്ചിട്ട് ഓതിയ അയ്യ. അയ്യ. കുറച്ചുകൂടെ മണിച്ചാൽ മതി. തരിമൂക്കിലേക്ക് പോകട്ടെ മണിക്കില്ല. ആദാനിഹിം മണിക്കരുത്. ആദാനിഹിം വഖറ. ഓക്കെ, ഇപ്പം മണിക്കലൊക്കെ മറന്നു പോയിക്കണം കേട്ടോ. അയ്യാണ് കേട്ടോ. إنا جعلنا على قلوبهم أكنة أن يفقهوا അവിടെ നിർത്തുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നീട്ടി നിർത്തണം. കാരണം അവിടെ മദ് ഫറഈ വരും. കാരണം ഹറഫിൽ മദ്ദിന് ശേഷം സുക്കൂൻ വരികയല്ലേ. ഓക്കെ, إنا جعلنا على قلوبهم أكنة أن അവിടെ അന്യ എന്നല്ല അയ്യ. يفقهوه وفي آذانهم وقرا ആദാനിഹിം അവിടെ آذانهم وقرا അവിടെ എൻ്റെ മുഖത്തേക്ക് നോക്കില്ല. ആദാനിഹിം വക്കാന്നായി പോരുത്. ആദാനിഹിം. ആദാനിഹിം. നിങ്ങൾ ഈ ഖുറാനിലാണോ ഓതൽ സാധാരണ? ഈ ഖുറാനിലാണോ? ഞാനൊക്കെ ഈ ഖുറാനിൽ ഹിഫ്ള് പഠിച്ചേ. എനിക്കിതാണ്, ഇതിൻ്റെ പേജുകളാണ് എൻ്റെ മൈൻഡിലുള്ളത്. ഇതെവിടെ നിന്ന് കിട്ടി നിങ്ങൾക്ക് ഈ ഖുറാൻ? ഇവിടെ എടുത്താ? ഓക്കെ. നാട്ടിലെവിടെ? ഇല്ലാണ്ട് ഡോക്ടറെ جعلنا على قلوبهم أكنة أن يفقهوه وفي آذانهم وقرا. وقرا അല്ല وقرا. إنا جعلنا على قلوبهم أكنة أن يفقهوه وفي آذانهم وقرا. أوكي ما شاء الله. إنا جعلنا على قلوبهم أكنة أن يفقهوه അവിടെ മണിക്കണം. أن يفقهوه وفي آذانهم
മാഷാ അല്ലാ. إنا جعلنا على قلوبهم أكنة أن يفقهوه وفي യഫ്ഖഹൂഹു എന്നില്ല, രണ്ടാമത്തെ ഹായിൽ നീട്ടരുത്. യഫ്ഖഹൂ അവിടെ നീട്ടാവൂ, യഫ്ഖഹൂഹു നീട്ടരുത്. إنا جعلنا على قلوبهم أكنة أن يفقهوه وفي യഫ്ഖഹൂഹു വഫി എന്നില്ല, യഫ്ഖഹു ഹു ഹു വഫി, ഹു ഹു വഫി, أن يفقهوه വഫി. وفي آذانهم وقرا. അവിടെ നമുക്ക് ചേർത്ത് ഓതുമ്പോൾ കിട്ടണം അത്. നിങ്ങൾ ഓതുമ്പോൾ വ്യത്യാസം മനസ്സിലായോ? നിങ്ങൾ യഫ്ഖഹൂഹു എന്ന് ഓതുന്നുണ്ട്, രണ്ടാമത്തെ ഹായിൽ നീട്ടാനില്ല. യഫ്ഖഹൂഹു വഫി, യഫ്ഖഹൂഹു വഫി. അങ്ങനെ ഓതണം. ഓക്കെ. إنا جعلنا على قلوبهم أكنة أن يفقهوه وفي آذانهم وقرا. വഖറ വഖറ وقرا വഖറ അല്ല, വഖറ വഖറ. وقرا കൽക്കല, നിങ്ങൾ കൽക്കലില്ലാതെ ഒതുക്കിയേ, وقرا ഇനി കൽക്കലോട് കൂടി ഒതുക്കിയേ. وقرا വഖറ വഖറ. ഒതില്ല, جعلنا على قلوبهم ഒന്നുകൂടെ. ഇന്നായില്ല, അവിടെ മണിക്കണം. إنا جعلنا على قلوبهم أكنة أن يفقهوه وفي آذانهم وقرا. ഓതിയിട്ടില്ലല്ലേ നേരത്തെ? إنا جعلنا على قلوبهم أكنة أن يفقهوه وفي آذانهم وقرا. മാഷാ അല്ലാ. ഇവിടെ കോമൺ ആയിട്ട് വരുത്തിയ തെറ്റുകൾ എന്താ അറിയോ? ഒന്ന് ശ്രദ്ധിച്ചോളി. കോമൺ ആയിട്ട് വരുത്തിയ 2-3 ആൾക്കാർ തെറ്റ് വരുത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ യഫ്ഖഹൂഹു എന്നുള്ള പദമില്ലേ, അവിടെ ആദ്യത്തെ ഹായിൽ മാത്രം നീട്ടാനുള്ളത്, രണ്ടാമത്തെ ഹായിൽ നീട്ടാനില്ല. യഫ്ഖഹൂഹു വഫി എന്നില്ല, യഫ്ഖഹൂഹു വഫി, ഹു വഫി എന്ന് കിട്ടണം. മനസ്സിലായോ? ചിലപ്പോൾ 2-3 ആൾക്കാർ ഓതി അങ്ങനെ യഫ്ഖഹൂഹു വഫി എന്ന് ഓതിയിട്ടുണ്ട്. രണ്ടാമത്തെ ശ്രദ്ധിക്കണം, എന്താ ശ്വാസം കിട്ടാത്ത ആൾക്കാർ യഫ്ഖഹൂഹിൽ നിർത്തുകയാണെങ്കിൽ എങ്ങനെ നിർത്തണം? യഫ്ഖഹൂ നീട്ടി നിർത്തണം. എന്തുകൊണ്ട്? അവിടെ മദ് ഫറായി വരും. മദ് ഫറായിൽ പെട്ട ഏത്? മദ് ആരിദ് വരും. ഓക്കെ, യഫ്ഖഹൂ നിർത്തണം, എന്നിട്ട് അയ്യ യഫ്ഖഹൂ. ഓക്കെ, അങ്ങനെ ചോദിക്കാം. إنا جعلنا على قلوبهم أكنة أن يفقهوه وفي آذانهم وقرا. ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഇവിടെ മുതൽ ഐ യഫ്ഖഹൂഹു വഫി ഇതൊന്ന് കടന്നു കിട്ടിയാൽ മതി. ഇപ്പൊ ക്ലിയർ ആയി. അടുത്തത് ഇനി സാക്കിനായ നൂന് ശേഷം എന്ത് വന്നിട്ടുണ്ട്? താ വന്നിട്ടുണ്ട്. സാക്കിനായ ശേഷം നൂന് ശേഷം താ വന്ന നിയമം ഏത്? ഇഖ്ഫ എന്നൊക്കെ പറഞ്ഞിട്ട് ഇഖ്ഫ ആണ്. ഇഖ്ഫ 15 അക്ഷരങ്ങളുള്ള ആ 15 അക്ഷരങ്ങൾ പറയാൻ പറ്റുമോ? അല്ലാത്തെന്ന് പറയണം അല്ലേ? അല്ലാതെ പറയാൻ കിട്ടത്തില്ല. നമുക്ക് സമയം നിങ്ങൾ പറഞ്ഞിട്ട് പോയാൽ മതി. അപ്പോൾ സാക്കിന നൂ ശേഷം താ വന്നു കഴിഞ്ഞാൽ ഇഖ്ഫ ആണ്. ഇഖ്ഫ വന്നാൽ എന്താ ചെയ്യേണ്ടത്? മറച്ചു മണിക്കണം. നൂനെ വ്യക്തമാക്കാൻ പാടില്ല, മറച്ചു മണിക്കണം. എങ്ങനെ? ഇനി അടുത്തത് തദ്ഉഹും. അവിടെ വേറെ എന്തെങ്കിലും നിയമമുണ്ടോ? ഏതക്ഷരത്തിന്? ദാലിന് സുക്കൂൻ വന്നതുകൊണ്ട് എന്ത് ചെയ്യണം? കൽക്കല ചെയ്യണം. കൽക്കല ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അമർത്തി വെച്ചിരിക്കണം. എങ്ങനെ? തദ്ഉഹും. അല്ലാതെ എങ്ങനെ ഓതരുത്? തദ്ഉഹും എന്ന് ഓതരുത്, തദ് എന്ന് ഓതണം. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, തദ്ഉഹും നീട്ടരുത്. ഞാൻ പറഞ്ഞതിൻ്റെ പേര് നീട്ടുവോ? തദ്ഉഹും. അതേപോലെ തന്നെ തദ്ഉഹും ആ സാക്കിനായ മീമിന് ശേഷം വന്നിരിക്കുന്ന അക്ഷരം ഏതാ? ഹംസ. ഏതാ നിയമം? ഇൽഹാർ ഷഫവി. എന്തുകൊണ്ട്? സാക്കിനായ മീമിന് ശേഷം ബാ മീം അല്ലാത്ത ഏതക്ഷരം വന്നാൽ ഇൽഹാർ ഷഫവിയാണ്.
മണിക്കാതെ വ്യക്തമാക്കി ഓതണം. എങ്ങനെ? ഹും ഇ, ഉം ഇ. അത് കഴിഞ്ഞിട്ട് ഇലൽ ഹുദ, ഇലൽ ഹുദ. ഇവിടെ ഞാനൊരു കാര്യം ചോദിച്ചാൽ നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റും നോക്കട്ടെ. യഥാർത്ഥത്തിൽ ഇല എന്നുള്ളിടത്ത് ഹുറൂഫുൽ മദ് ഉണ്ടല്ലോ, ഇല ഉള്ളതാണ്. പക്ഷെ നമ്മളിവിടെ ഓതുമ്പം ഇലൽ ഹുദ എന്നല്ല ഓതുന്നത്, നീട്ടാതെ ഓതുന്നത്. എന്താ കാരണം? നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു പദത്തിൻ്റെ അവസാനത്തിൽ ഹുറൂഫുൽ മദ് വരികയും തൊട്ട് ശേഷമുള്ള വാക്കിൻ്റെ ആരംഭത്തിൽ സുക്കൂനോ ശബ്ദോ വരികയാണെങ്കിൽ എന്തില്ല, പിന്നെ അവിടെ ഹുറൂഫുൽ മദ് ഉണ്ടാവില്ല. ഇവിടെ ഇലാൽ ഹുദ എന്ന് ഓതുവോ? ഇല്ല, ഇലൽ ഹുദ. എന്തുകൊണ്ട്? ലാമിൽ ഹുറൂഫുൽ മദ് വന്നിട്ടുണ്ട്, ഓക്കെ. പക്ഷേ തൊട്ടടുത്ത പദമായ അൽ ഹുദയിൽ ലാമിന് സുക്കൂൻ എന്നതുകൊണ്ട് എന്ത് ചെയ്യൂല, ഹുറൂഫുൽ മദ്ദിനെ ഒഴിവാക്കും. ഇലൽ ഹുദ എന്നോതും. ഓക്കെ. ഇലൽ ഹുദയിലെ ദാലിന് എന്തുണ്ട്? ദാലിന് ഏത് മദ് അസ്ലിയാണ്. എന്തുകൊണ്ടാണ് മദ് അസ്ലി ആയത്? സുക്കൂനുള്ള യാവുന്നുണ്ടോ? ഏത് ഹുറൂഫുൽ മദ് അവിടെ ഉള്ളത്? ഹുദ എന്നതിൽ ഏത് ഹുറൂഫുൽ മദ്ദാ ഉള്ളത്? ഫതഹിന് ശേഷം വരുന്ന അലിഫാണ് ഉള്ളത്. ഓക്കെ, യാ അല്ല, ഫതഹിന് ശേഷം വരുന്ന അലിഫാണുള്ളത്. അവിടെ അതിനുശേഷം ഹംസ സുക്കൂനോ ശബ്ദമൊന്നും വരാത്തതുകൊണ്ട് എന്തായി? മദ് അസ്ലിയായി. ഒരു അലിഫിന്റെ അളവ് നിട്ടണം. ഹുദ, ഹുദേ അല്ല ഹുദ, അത് സബീകറാത്തിലാണ്, ഹുദേ. പിന്നെ അടുത്തത് ഫലയ്യ. അവിടെയും സാക്കിനായ നൂന് ശേഷം എന്ത് വന്നിട്ടുണ്ട്? യാ വന്നിട്ടുണ്ട്. എന്താ നിയമം? ഇദ്ഗാമും ബിഗുന്ന അല്ലേ? യാ വാവ് മീം നൂൻ. ഇദ്ഗാം ബിഗുന്ന വന്നാൽ എന്താ ചെയ്യേണ്ടത്? മണിച്ചു കൂട്ടിച്ചേർത്ത് ഓതണം. എങ്ങനെയാ? ഒന്ന് മണിച്ചു നോക്കിയേ. ലയ്യ, ആ ലയ്യ. നിങ്ങൾ നൂൻ ലയ്യ. ആ ഒന്നുകൂടെ. ആ, ഇത് യഥാർത്ഥത്തിൽ നൂനിനെ യായിലേക്ക് ജിഗാൻ ചെയ്ത് ലയ്യ എന്നായിരുന്നു. ആ ലയ്യ എന്നതിന് എന്ത് ചെയ്യുന്നു? മണിക്കുന്ന സൗണ്ട് കൂടെ ചേർക്കുക, ലയ്യ. ഓക്കെ, അത് നൂൻ ഉച്ചരിക്കാനേ പാടില്ല, ലയ്യ. ഓക്കെ. ഇനി യഹ്തദു. ഇവിടെ സാധാരണ തെറ്റിക്കുന്ന ഒരു കാര്യം പറഞ്ഞുതരാം. യഹ്തദു അല്ല, കൽക്കലയില്ല, യഹ്തദു എന്ന് ഓതണം. യഹ്തദു എന്ന് ഓതരുത്. ഓക്കെ. ഇനി യഹ്തദു എന്നതിൽ ദാലിൽ മദ് വന്നിട്ടുണ്ട്. ഏത് മദ്ദാ? ദാലിലെ മദ്, മദ് ഫറഇ. എന്തുകൊണ്ട് മദ് ഫറഇ ആയി? ഹുറൂഫുൽ മദ്ദിന് ശേഷം യഹ്തദൂലെ ദാലിൽ ഹുറൂഫുൽ മദ് ഉണ്ട് അല്ലേ? ഏത് ഹുറൂഫുൽ മദ്ദാ ഉള്ളത്? ലമ്മിന് ശേഷമുള്ള സുക്കൂണുള്ള വാവ് വന്നിട്ടുണ്ട്. അതിനുശേഷം എന്ത് വന്നിട്ടുണ്ട്? ഹംസ വന്നിട്ടുണ്ട്. അപ്പം മദ് അസ്ലി അല്ല, മദ് ഫറഇ ആയി. ഇനി മദ് ഫറഇ തന്നെ ഏത് മദ്ദാണ്? മദ് മുൻഫസിൽ. മാഷാ അല്ലാഹ്. അപ്പം എന്ത് ചെയ്യണം? കുറച്ചധികം നീട്ടണം. എങ്ങനെ? യഹ്തദൂ ഇദൻ. എങ്ങനെ? യഹ്തദൂ ഇദൻ. ഇനി ഇദൻ എന്നുള്ളിടത്ത് എന്ത് വന്നിട്ടുണ്ട്? ദാലിന് ഇരട്ട ഫതഹ് വന്നിട്ടുണ്ട്, തൻവീൻ വന്നിട്ടുണ്ട്, ഇരട്ട ഫതഹ് വന്നിട്ടുണ്ട്. അതിനുശേഷം ഏത് അക്ഷരം വന്നിരിക്കുന്നത്? ഹംസ. എന്താ നിയമം? ഇൽഹാർ. ഇൽഹാർ വന്നാൽ എന്ത് ചെയ്യണം? മണിക്കാതെ വ്യക്തമാക്കി ഓതണം. എങ്ങനെ? ഇദൻ ആ, ഇദൻ ആ. മണിക്കാൻ പാടുണ്ടോ? ഇദൻ ആയുണ്ടോ? ഇല്ല. ഇനി ഈ അബദൻ എന്നുള്ള പദത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വഖ്ബ് ചെയ്യുമ്പോൾ ഈ തൻവീൻ മാറ്റി എന്താക്കണം? ഒരു അലിഫിൻ്റെ അളവ് നീട്ടി അബദ എന്ന് നീട്ടി നിർത്തണം. എന്താ അതിൻ്റെ നിയമം? എന്താ? നിർത്താൻ ഉദ്ദേശിക്കുന്ന വാക്കിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് ഇരട്ട ഫത്ഹ് വന്നാൽ ഒരു അലിഫിൻ്റെ അളവ് നീട്ടണം. മദ് ഇവദ്, മദ് അസ്ലി തന്നെ മദ് ഇവദ്. ഓക്കെ. ഇനി അവിടം വരെ ഒന്ന് ഓതി നോക്കാം. وَإِن تَدْعُهُمْ إِلَى الْهُدَى فَلَن يَهْتَدُوا إِذًا أَبَدًا. ഒന്നുകൂടെ. وَإِن تَدْعُهُمْ إِلَى الْهُدَى فَلَن يَهْتَدُوا إِذًا أَبَدًا. ഒന്നും കൂടി. وَإِن تَدْعُهُمْ إِلَى الْهُدَى فَلَن يَهْتَدُوا إذًا أبدا. ഓക്കെ, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളൂ. وَإِن تَدْعُهُمْ إِلَى الْهُدَى فَلَن يَهْتَدُوا إِذًا أَبَدًا. ഓക്കെ, മാഷാ അല്ലാഹ്. وَإِن تَدْعُهُمْ إِلَى الْهُدَى فَلَن يَهْتَدُوا إِذًا أَبَدًا. ഫലൻ യഹ്തദൂ എന്ന് പറഞ്ഞെങ്കിൽ ഫലൻ يهتدوا. എന്തേ വ്യത്യാസം തോന്നുന്നു? നേരത്തെ അങ്ങനെ ഓതി മണിക്കുന്നതല്ല, യഹ്തദൂ എന്ന് കേട്ടു ഞാൻ, ഹാ പോലെ കേട്ടു.
وإن تدعهم إلى الهدى فلن يهتدوا إذا أبدا മാഷാ അല്ലാ. وإن تدعهم إلى هدى ഇലാഹുദ അല്ല, إلى الهدى فلن يهتدوا إذا أبدا ഓക്കെ മാഷാ അല്ലാ. وإن تدعو ആ മണിക്കണം. إلى الهدى فلن يهتدوا إذا أبدا ഓക്കെ മാഷാ അല്ലാ. وإن تدعهم إلى الهدى فلن يهتدوا إذا أبدا ഒന്ന് കുറച്ച് സൗണ്ടിൽ. وإن تدعهم إلى الهدى فلن يهتدوا إذا അവിടെ യഹ്തദൂ. إذا أبدا ഓക്കെ മാഷാ അല്ലാ. പോട്ടെ. وإن 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 تدعوهم إلى الهدى فلن يهتدوا إذا أبدا അബ്ദ അല്ല, أبدا ഓക്കെ അബദ. وإن تدعوهم إلى الهدى فلن يهتدوا إذا أبدا ഓക്കെ മാഷാ അല്ലാ. وإن تدعهم إلى الهدى فلن അവിടെ ഫലൻ യഹ്തദു അല്ല. മാഷാ അല്ലാ. يهتدوا إذا أبدا ഒന്ന് ഓതിക്കൂടി. وإن تدعهم إلى തദ്ഉഹും. وإن تدعهم إلى الهدى فلن يهتدوا إذا أبدا ഇവിടെ ലാസ്റ്റ് ശ്രദ്ധിക്കണം, അബുദ എന്നല്ല, أبدا അബദ. അബദ. أبدا ബായിന്റെ ഫത്വം ശ്രദ്ധിക്കണം, അബദ. أبدا ഓക്കെ മാഷാ അല്ലാ. وإن تدعوهم إلى الهدى فلن يهتدوا إذا أبدا മാഷാ അല്ലാ. وإن تدعهم إلى الهدى ولن يهتدوا إذا أبدا ഒന്ന് ഓതണം. وإن تدعهم إلى الهدى അവിടെ ഹുദായിൽ ഒറ്റ ലിഫി കിട്ടിയാൽ മതി. ഹുദ ഹുദ ഫ تدعهم إلى الهدى ولن ഫ ഫ ഫ ഫ. فلن يهتدوا إذا അവിടെ നീട്ടാനുണ്ട്. യഹ്തദൂ. وإن تدعهم إلى الهدى ولن അവിടെ ഒറ്റ ലിഫി കിട്ടിയാൽ മതി. يهتدوا അവിടെയാണ് നീട്ടാനുള്ളത്. وإن تدعهم إلى الهدى ولن വാവല്ലല്ലോ അവിടെ, വാവാണോ? فلن ആ وإن تدعهم إلى الهدى ولن വാ. നിങ്ങൾ ഇവിടെ എനിക്ക് വാവായിട്ടാണ് കേൾക്കുന്നത്, ഇവിടെ ഫായാണ്. ഹുദ ഫലൻ യഹ്തദൂ. فلن ഫലയ്യാണ്. وإن تدعهم إلى الهدى فلن يهتدوا ഫലയ്യ ഫലൈ. يهتدوا إذا أبدا ഇവ നോക്കി ഇവിടെ മണിക്കുന്നത് എങ്ങനെ? فلن നൂന് ഉച്ചരിക്കാനേ ഫലയ്യ. يهتدوا إذا أبدا ഓക്കെ. അവിടെ നിന്ന് ഇത് നിങ്ങൾ സ്വന്തം ഖുർആനാണോ? വരട്ടോളൂ വരട്ടോളൂ. وإن تدعهم إلى الهدى فلن يهتدوا إذا أبدا മാഷാ അല്ലാ. وإن تدعوهم إلى الهدى فلن يهتدوا إذا أبدا മാഷാ അല്ലാ. وإن تدعهم إلى الهدى فلن يهتدوا إذا أبدا മാഷാ അല്ലാ. അപ്പം നമ്മൾ ഈ ആയത്തൊന്ന് ഫുള്ളായിട്ട് ഓതിയാക്കിയോ? മാഷാ അല്ലാ. ആദ്യം മുതൽ. ومن أظلم ممن ذكر بآيات ربه فأعرض عنها ونسي ما قدمت يداه إنا جعلنا على قلوبهم أكنة أن يفقهوه وفي آذانهم وقرا وإن تدعهم إلى الهدى فلن يهتدوا إذا أبدا ومن أظلم ممن
من ذكر بآيات ربه فأعرض عنها ونسي ما قدمت يداه إنا جعلنا على قلوبهم أكنة أن يفقهوه وفي آذانهم وقرا وإن تدعهم إلى الهدى فلن يهتدوا إذا أبدا. صدق الله العظيم. سبحانك اللهم وبحمدك.